സാധാരണ രീതിയിൽ ചാനലുകാരാണ് ഇങ്ങനെയുള്ളൊരു പരിപാടി സംഘടിപ്പിക്കാറ്. ഞങ്ങൾ സ്റ്റുഡൻസ് സംഘടിപ്പിച്ചതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഏറ്റവും നന്നായി ഈ MIM-ന്റെ മാനേജ്മെന്റും അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും മാതൃകാപരമായി. ഞാനിവിടെ നേരത്തെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് BJP-യുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ ഒരു കുട്ടി ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടത് BJP-യുടെ വർഗീയ രാഷ്ട്രീയമാണ്. നമുക്കറിയാം, നമ്മുടെ കേരള സംസ്ഥാനവും ഈ രാജ്യവുമെല്ലാം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സാധിക്കുന്ന, അങ്ങനെയെല്ലാം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ഭരണഘടന നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിച്ചുകൊണ്ട് BJP ഈ രാജ്യത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കുട്ടികൾ എന്നുള്ള നിലയിൽ, ഈ നമ്മുടെ നാടിന്റെ ഭാവി തലമുറ എന്നുള്ള നിലയിൽ തീർച്ചയായും അതിനെ തുറന്ന് എതിർക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കേണ്ടത്. ഇവിടെ സ്ഥാനാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം മാത്രമല്ല, തിരുവനന്തപുരത്ത് BJP എന്ന് പറയുന്ന പാർട്ടിയിൽ വന്നു ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ അന്തഃഛിദ്രങ്ങളുടെ ഭാഗമായി വലിയ പ്രശ്നങ്ങൾ ആ ജില്ലക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും ഞാൻ പറയുന്നില്ല. ഇവിടെ സുബിക്ക് പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഈ കേരളത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലക്ക് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ഭരണസമിതിയാണ് തൂണേരി ബ്ലോക്കിന്റെ കഴിഞ്ഞ ഭരണസമിതി. വയോജന മേഖലയിൽ, ഭിന്നശേഷി മേഖലയിൽ ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും മാതൃകയായിരുന്ന പദ്ധതികൾ ഈ ബ്ലോക്കിനകത്ത് നടപ്പിലാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും അംഗീകാരങ്ങൾ നേടിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. 35 കോടി ലാഭ്സാപ്തി എന്നെല്ലാം വെറുതെ പറയുന്നതാണ്. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട സൂപ്പിക്കൊക്കെ അറിയാം, ഒരു കൊല്ലം നമ്മൾ ഒരു പദ്ധതി വെച്ച് കഴിഞ്ഞാൽ, DPC അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അംഗീകാരം വാങ്ങി ആ പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലെ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ അത് സ്പിൽ ഓവർ ആക്കി തുടർന്ന് പ്രവൃത്തി നടക്കുന്ന സ്ഥിതിയാണ് സാധാരണഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതാണ് ശരി. ഏറ്റവും നന്നായി തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി നന്നായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. തുടർന്ന് അങ്ങോട്ടും ഏറ്റവും നന്നായി മാതൃകാപരമായി ഈ ബ്ലോക്കിലെ എല്ലാ മേഖലകളിലും 7 പഞ്ചായത്തുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. എന്റെ മാന്യ സുഹൃത്ത് പ്രതീക്ഷ പറഞ്ഞതിന്റെ തെളിവാണ്, വ്യക്തമായ സർക്കാർ തെളിവാണ്. ഒന്ന്, പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ നല്ല ഒരു പരിപാടിയാണ്. പിന്നെ നിങ്ങൾ സംഘടിപ്പിച്ചത് നിങ്ങൾ നാളെയുടെ അല്ല, നിങ്ങൾ ഇന്നിന്റെ വാഗ്ദാനങ്ങളാണ്. നാളെ പിന്നെയാണ് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാനും അത് മറുപടി സഹിഷ്ണുതയോടുകൂടി കേൾക്കാനും കഴിയുക എന്നുള്ള നിങ്ങളുടെ പ്രതിഭയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തികച്ചും പ്രതിഭാശാലികളായ ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് ലോകം അറിയുന്നതാണ്, ലോകത്തെ അറിയുന്നവരാണ്. അങ്ങനെ ഇതുപോലുള്ള പരിശീലനങ്ങളിലൂടെ നിങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിന്നെ പ്രതീക്ഷ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്കും ഞാൻ അധികം കടക്കുന്നില്ല. ഏതായാലും ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിജയവും കാര്യങ്ങളും നിങ്ങളെല്ലാം നെറ്റ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ, നിങ്ങൾ നെറ്റിൽ LSTDയുടെ ഇത് പോയി കഴിഞ്ഞാൽ തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ റാങ്ക് എത്ര നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പഞ്ചായത്തിന് ഓരോരോ വർഷത്തിലും എക്സ്പെൻഡിച്ചർ നോക്കിയാലും നിങ്ങൾക്ക് സൈറ്റ് കിട്ടും. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്ക്. നമ്മളെന്തെങ്ങനെ കളവ് പറയുന്നു? നമ്മൾ സത്യം പറഞ്ഞാൽ തന്നെ ജയിക്കും, പിന്നെ എന്തിനാ കളവ് പറഞ്ഞ് ജയിക്കുന്നത്?